കേരളത്തിന്റെ തറിയൊച്ചകൾ താളം പിടിക്കുന്ന മണ്ണ്, പാരമ്പര്യവും പ്രൗഢിയും ഇടചേർന്നെത്തുന്ന കുത്താമ്പുള്ളി. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഈ നെയ്ത്തുഗ്രാമത്തിൽ വിശ്വാസത്തിന്റെ മറ്റൊരു പേരായി മാറിയൊരിടം രാമചന്ദ്ര ഹാൻഡ്ലൂംസ്, തിരുവില്ലാമല, കുത്താമ്പുള്ളി. ഒറ്റപ്പാലത്ത് കുടുംബശ്രീ അംഗങ്ങൾ പൂവിൽപ്പനയ്ക്കായി ഒരുക്കിയ താൽക്കാലിക ഷെഡ് നഗരസഭ ആരോഗ്യ വിഭാഗം പൊളിച്ചു. അനധികൃത വഴിയോര കച്ചവടമെന്ന് തെറ്റിദ്ധരിച്ചായിരുന്നു നടപടി. നഗരസഭ 26-ാം വാർഡിലെ കുടുംബശ്രീ അംഗങ്ങളായ 4 പേർ ശലഭം സംഘകൃഷി എന്ന പേരിലാണ് കഴിഞ്ഞ ദിവസം മുതൽ ഒറ്റപ്പാലം ടൗണിൽ പൂവിൽപ്പന ആരംഭിച്ചത്. കുടുംബശ്രീ അംഗങ്ങൾ തന്നെ കൃഷി ചെയ്ത് വിളവെടുത്ത പൂക്കളാണ് ഇവിടെ വിൽപ്പന നടത്തിയിരുന്നത്. വിൽപ്പനയ്ക്കായി ഒരുക്കിയ താൽക്കാലിക ഷെഡാണ് വ്യാഴാഴ്ച രാവിലെ നഗരസഭ ആരോഗ്യ വിഭാഗം പൊളിച്ചു നീക്കിയത്. അനധികൃത വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായായിരുന്നു നടപടിയെന്ന് അധികൃതർ പറഞ്ഞു. എന്നാൽ ഇത് കുടുംബശ്രീയുടെ വിൽപ്പന കേന്ദ്രമാണെന്ന് തിരിച്ചറിയാതെ ഷെഡ് പൊളിച്ചു നീക്കുകയായിരുന്നു എന്ന് കൗൺസിലർ സായി കിരൺ പറഞ്ഞു. ഷെഡ് പൂർവ്വസ്ഥിതിയിലാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും താൽക്കാലികമായി കച്ചവടം നടത്തുന്നതിന് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ന് രാവിലെ ഒറ്റപ്പാലം നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഈ വിഷയങ്ങൾ എല്ലാം പരിശോധിച്ചുകൊണ്ട് പൊതു സ്ഥലത്തുള്ള കച്ചവടങ്ങളൊക്കെ നീക്കുന്നതിൻ്റെ ഭാഗമായി ഒറ്റപ്പാലം ടൗണിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ അത് കുടുംബശ്രീയുടെ ആണെന്നുണ്ട് അവർക്ക് ശ്രദ്ധയിൽപ്പെടാത്തതിൻ്റെ ഭാഗമായി കൊണ്ട് ഈ പൂക്ക് കച്ചവടത്തിൻ്റെ ഷെഡ് താൽക്കാലികമായി കുറച്ച് ഭാഗം പൊളിച്ചു നീക്കി. ഇത് ഉടനെ തന്നെ വന്ന് ഇടപെടുകയും ഈ വിഷയം അവർ ധരിപ്പിച്ചുകൊണ്ട് എടുത്തുകൊണ്ടുപോയ സാധനങ്ങൾ തിരിച്ചു എത്തിച്ചിട്ടുണ്ട്. കുടുംബശ്രീ അംഗങ്ങൾക്ക് താൽക്കാലികമായി കച്ചവടം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ നഗരസഭയുടെ ഓപ്പൺ ഓഡിറ്റോറിയത്തിലേക്ക് സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട്, താക്കോല് കൊടുത്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും അവർക്ക് ഇവിടെ വെക്കുന്നതിനുള്ള സംവിധാനം നഗരസഭ ഒരുക്കിയിട്ടുണ്ട്. അതേസമയം കുടുംബശ്രീയുടെ വിൽപ്പന കേന്ദ്രമാണെന്ന് അറിഞ്ഞിട്ടും ഷെഡ് പൊളിച്ചു നീക്കിയ നഗരസഭയുടെ നടപടി പ്രതിഷേധാർഹമാണെന്ന് വാർഡ് കൗൺസിലർ NK ജയരാജൻ പറഞ്ഞു. അവരുടെ ആ ഒരു തുടർന്ന് നമ്മളെല്ലാ രീതിയിലും അവരെ സപ്പോർട്ട് ചെയ്യേണ്ട നഗരസഭയും ബന്ധപ്പെട്ട അധികാരികളും ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നാളുകളിൽ വീണ്ടും കൃഷി ഇറക്കി ഒരു കൃഷിയിൽ നിന്നും അവർക്ക് ഇറക്കിയ പൈസ മുതലാവില്ല. 2-3 കൊല്ലം അതിൽ കൃഷി നടത്തിയാൽ മാത്രമാണ് അവരുടെ ആ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ അവർക്ക് എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അവരെ മുന്നോട്ട് നയിക്കേണ്ട ആളുകൾ തന്നെ പുറകോട്ട് നയിക്കുന്ന രീതിയിലേക്കുള്ള നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഏറ്റവും അവസാനം പറഞ്ഞത് ഞങ്ങൾ അറിഞ്ഞില്ല, ഇവരുടെ പൂക്കൃഷിയാണെന്ന് അറിഞ്ഞില്ല, നഗരസഭയുടെ അനുമതി ഉണ്ടെന്ന കാര്യം അറിഞ്ഞില്ല എന്നൊക്കെയാണ് അത്ര ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർ ചിലർ പറഞ്ഞിട്ടുള്ളത്. അവർക്ക് അറിയാഞ്ഞിട്ടല്ല, അവർ മറ്റെന്തോ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ് എന്ന് തന്നെയാണ് സംശയിക്കുന്നത്. ഏതായാലും ആ പൂക്കൃഷി വിളവെടുപ്പ് കഴിഞ്ഞ് നടത്തുന്ന വ്യാപാരം ഇത് അതേ സ്ഥലത്ത് തന്നെ പ്രവർത്തിക്കും. അതിനൊരു മാറ്റമില്ല. അതിന് എന്തെല്ലാം ഇടപെടൽ നടത്തേണ്ടി വന്നാലും ശരി, ആ പൊളിച്ച സ്ഥലത്ത് തന്നെ അത് പുനഃസ്ഥാപിച്ച് അവർക്കവിടെ കച്ചവടം ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് CCV.